ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. അത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടാവാം, പഴയ കാലത്തെ ആളുകൾ ആയിരിക്കാം. പിന്നെ കുറേ കാര്യങ്ങൾ പൊതുവായിട്ടുള്ളത് അറിയാമായിരിക്കാം. എങ്കിലും അവർ പറയുന്നത് മുഴുവൻ ശരി എന്നല്ല. അവരുടെ വിചാരം എന്താണ്? ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, ഞാൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ്, ഞാനാണ് ശരി. ഇപ്പം എന്നോട് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നോട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ പറഞ്ഞതല്ലേ ശരി, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും ശരിയായിരിക്കാം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ അവരെ തിരുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും ശരിയാവില്ല. നമ്മളവരോട് പറഞ്ഞാൽ അല്ലാതെ അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? അവരുടെ ഏറ്റവും വലിയൊരു ശത്രുവായി നമ്മൾ മാറും. അപ്പോൾ അവരുടെ മുന്നിൽ എന്താണ് നമ്മൾ ശരിയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളവരോട് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളില്ല. അവരുടെ മനസ്സിൽ അവർ ചെയ്ത കാര്യം പെർഫെക്റ്റാണ്, അതിൻ്റെ രണ്ട് വശവും അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ഭാഗം അവർ നോക്കുമ്പോൾ ശരിയാണ്. അപ്പം ഈ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ എത്ര പറഞ്ഞു കൊടുത്താലും അവരൊരിക്കലും അത് ഉൾക്കൊള്ളില്ല. കാരണം അവരുടെ വിചാരം ഞാനെല്ലാം മനസ്സിലാക്കിയവളാണ്, എനിക്കൊരുപാട് അനുഭവം ഞാനുണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ളവരാണ്. നമ്മളവരെ ഒന്നും തിരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, അപ്പം അത്തരത്തിലുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് കുടുംബാംഗങ്ങളെ പല വിധത്തിൽ ബാധിക്കാറുണ്ട്. ഇപ്പോൾ ആ കുടുംബത്തിൽ ഉള്ള ആളുകളാണെങ്കിൽ ശരി, നമ്മൾ അറിയുന്ന ആളാണ്, അയാൾ അങ്ങനെയാണ്. പക്ഷേ പുറത്തു നിന്നൊരാൾ വരുമ്പോൾ, ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു പയ്യനോ ഒരു പെങ്കൊച്ചോ വീട്ടിലേക്ക് വന്നാൽ അവരുടെ മുന്നിൽ ഇത് പറയുമ്പോൾ എന്താണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കും അല്ലേ? അപ്പോൾ അവർക്ക് ഇതെന്താണ് ഇങ്ങനെ ഇവർ പറയുന്നതിൽ തെറ്റുണ്ടല്ലോ എന്ന് ചിന്തിക്കും.